ഇതിൽ ചെയ്യുന്നത് ഷിയർ. അതിൽ നമ്മൾ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനും കൊഹഷനും കിട്ടും അല്ലേ. കൊഹഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സോയിൽ, ഇത് സാൻഡി സോയിലല്ലേ, ഡ്രൈ സാൻഡ് അല്ലേ, അതിൽ കൊഹഷനൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? കൊഹഷനിലെ സോയിലാണ് നമ്മൾ ശരിക്കും ഇത് ചെയ്യണത്. കൊഹഷൻ്റെ സോയിൽ ഏതാ ചെയ്യണത്? UCC ആണ് ചെയ്യുന്നത്, കൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ മോൾഡാണത്, ഷിയറിൻ്റെ മോൾഡ്. അതിനെ ഹൊറിസോണ്ടലി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് പറഞ്ഞുതരാം. അതായത് ഇത് നോക്കാം, ഇത് 4 പിന്ന് കണ്ട 4 ഗ്രൂ ഉണ്ട്. അത് നേരെ വരുന്ന രീതിയിൽ കൊണ്ടുവന്ന് വയ്ക്കാം. ഇതിലേക്ക് താഴെ ലെവൽ ചെയ്ത് ഇറക്കാം. ഓക്കെ, ഇത് വട്ടം വീഴരുത്. ഇങ്ങനെ വട്ടം വീണാൽ എന്താ സംഭവിക്കുന്നത്? ഇതിൽ കറക്റ്റ് വീഴുമോ? ഉണ്ടോ? ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ തിരിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, കണ്ടോ? ഇനി ഇതിൻ്റെ ഈ ഹാൻഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്, ഈ സൈഡിൽ. അത് ഈ 2 ആരോ മാർക്കും നേരെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. കണ്ടോ? ഓക്കെ, സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 3 സ്ക്രൂ കണ്ടായിരുന്നു. ഓക്കെ, ഇത് ഈ ലെവലിൽ നിന്ന് ഇങ്ങനെ ചാടി നിൽക്കാൻ പാടില്ല. ഒരല്പം 2 പിരി താഴ്ത്തി നിൽക്കുക. സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യാം. ഇത്ര മതി. ഇതാ, ഇത് ചാടി നിൽക്കുകയല്ലേ, ഇറക്കി നിർത്താം. ഓക്കെ, എന്നിട്ട് ഈ ആരോ മാർക്കിന് ഒപ്പിച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാം. ഇതാ ഉണ്ടോ? എന്നിട്ട് 2 ലോക്കിംഗ് പിന്നുണ്ട് ഇതിന് കണക്ട് ചെയ്തിട്ട് 2 കോർണറിൽ ആ ലോക്കിംഗ് പിൻ ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6x6. ഇതിൻ്റെ ഹൈറ്റ് ചെക്ക് ചെയ്യാം. 5 സെൻറ്റിമീറ്ററാണ് പറയണത്, അത് നോക്കാം. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എടുക്കാം, നോക്കാം. ഇതിൻ്റെ ഹൈറ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വോളിയം കണ്ടെത്താനാണ് കേട്ടോ. പിന്നെ 2 ഗ്രിഡ് പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഇത് ലോഡിംഗ് പാഡ് ഉണ്ട്. അപ്പോൾ ഇത് കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ ഇവിടം വരെയുള്ള ഹൈറ്റ് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഈ ഹൈറ്റിൽ നിന്ന് ഇത് കുറയ്ക്കാം, മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടും അല്ലേ. എന്നിട്ട് നമ്മൾ ഈ സാമ്പിൾ നിറയ്ക്കുന്നത് ഈ പ്ലേറ്റ് ഇതുണ്ടല്ലോ, ഗ്രിഡ്, ഇതിന് പെർപെൻഡിക്കുലർ ആക്കി വെക്കുക. ഇതിനിങ്ങനെ നേരെ ഇടരുത്, ഇതിന് പെർപെൻഡിക്കുലർ ആക്കിയിട്ട് ഇതിലേക്ക് ഇടാം, താഴേക്ക് ഇടാം. മനസ്സിലായോ? എന്നിട്ട് ഇത് സാമ്പിൾ ഒരു 3 ലെയറായിട്ടിട്ട് ഒന്ന് കോമ്പാക്ട് ചെയ്യാം. അടുത്ത രണ്ടാമത്തെ ലെയർ ആദ്യം ഇതിൻ്റെ എംറ്റി വെയിറ്റ് എടുക്കണം കേട്ടോ. അതൊക്കെ ലാസ്റ്റ് എടുത്താലും മതി. ഇനി ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കുക, കൂടി പോകരുത്. ഇപ്പോൾ 2ാമത്തെ പ്ലെയിനിലേക്ക് കയറി നിൽക്കുകയാണിത് സാമ്പിള്. ഇതിൻ്റെ പ്ലെയിനിലേക്ക് കയറി ആദ്യത്തെ ലെയറും 2ാമത്തെ ലെയറിലും സാമ്പിളുണ്ട് കേട്ടോ. ആ 2 പ്ലെയിനിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ലോഡ് കൊടുത്തിട്ട് ഷിയർ ടെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇതിൻ്റെ ലെവലിൽ മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഈ 2 പ്ലെയിനിൽ സോയിൽ ഇട്ടിട്ട് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ലെവൽ ചെയ്യാം. അതിനുശേഷം ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, താഴെ എങ്ങനെ ഇട്ടത്? ഇതിന് പെർപെൻഡിക്കുലറായിട്ട് മലർത്തി ഇട്ടു. മേളിൽ എങ്ങനെ ഇടേണ്ടത്? ഇതിന് പെർപെൻഡിക്കുലറായിട്ട് കമഴ്ത്തി ഇടാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ലോഡിംഗ് പാഡ് ഇത് കണ്ടോ, ഇതിങ്ങനെ എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇനി എന്നിട്ട് ഇതിൻ്റെ ഒരു ബോളുണ്ട്, അവിടെ ബോളും ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് വെച്ചു. ഈ ഹാൻഡിൽ ലെഫ്റ്റ് സൈഡിൽ വരാം. എന്നിട്ട് ഇങ്ങനെ പിടിക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ എൻ്റെ ലെഫ്റ്റ് സൈഡിലല്ലേ, നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എടുക്കണം. ഇതിൻ്റെ വെയിറ്റും ഈ സാമ്പിളിൻ്റെ വെയിറ്റും കൂടി ഉൾപ്പെടെ ബോൾ ഉൾപ്പെടെയുള്ള വെയിറ്റാണ് കേട്ടോ. ഇത്രയും സംഗതി കിട്ടാൻ പറ്റില്ല, ഇതൊന്നും വേറെ ഒന്നും പെടണ്ട. ഇതിൻ്റെ വെയിറ്റ് എടുക്കുമ്പോൾ ഈ ബോളും പെടണം. ഇത് ലാസ്റ്റ് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കിയാൽ മതി. ഇത് സാമ്പിൾ പ്ലസ് മോൾഡിൻ്റെ വെയിറ്റ് എടുക്കാം. ഇതിങ്ങനെ തന്നെ പിടിക്കണം, ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ വയ്ക്കാം. അതിന് ശേഷം വെയിറ്റ് എടുത്തിട്ട് ഇതാ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾ 3 ലോഡും ചെക്ക് ചെയ്യണം. അതായത് നോർമൽ സ്ട്രെസ് 0.1 ലോഡ് അത് വെച്ചിട്ട് ലോഡ് മെഷർ ചെയ്യാം. പിന്നെ അതിന് ശേഷം ഈ സാമ്പിൾ ഉണ്ടല്ലോ,
ഇപ്പൊ നമുക്ക് ഇതിന്റെ ഡെൻസിറ്റി കിട്ടുമല്ലോ വെയിറ്റ് എടുക്കുമ്പോൾ. സാമ്പിളുടെ ഇത് ഹൈറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് അതിന്റെ വോളിയം കിട്ടും. പിന്നെ വെയിറ്റ് എടുക്കുമ്പോൾ ഇതിന്റെ വെയിറ്റ് കുറയ്ക്കുമ്പോൾ സോളിന്റെ വെയിറ്റ് കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ ഡെൻസിറ്റി കിട്ടും. ഈ ഡെൻസിറ്റി വെച്ചിട്ട് തന്നെ 1, 2, 3 സാമ്പിൾ ചെയ്താൽ മതി. മനസ്സിലായോ? ഈ സാമ്പിൾ തന്നെ 3 ലെയറായിട്ട് നിറച്ചാൽ മതി. ഇന്ന് സാമ്പിൾ മാറ്റിയിട്ട് രണ്ടാമത് ചെയ്യണ്ട. കാരണം ആ ഡെൻസിറ്റി തന്നെയല്ലേ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഒരേ ഡെൻസിറ്റിയിൽ മാറ്റാന്ന് പറഞ്ഞാൽ ഈ സാമ്പിൾ ഇതിലേക്ക് തിരിച്ചിടാം. എന്നിട്ട് ആദ്യത്തെ ലോഡ് എടുത്തു, വെയിറ്റ് എടുത്തു, അതിനുശേഷം അഴിച്ചെടുത്തിട്ട് രണ്ടാമത് ഇതിലേക്ക് തിരിച്ചിടാം. എന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് ഇത് ഈ സെറ്റപ്പ് ഞാൻ നിറച്ചില്ലേ അതുപോലെ തന്നെ നിറയ്ക്കുക. അപ്പോൾ പിന്നെ രണ്ടാമത് വെയിറ്റ് എടുക്കണ്ട. ആ വെയിറ്റിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ലോഡ് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ലോഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് നോർമൽ സ്ട്രെസ് 0.2. പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ ഈ സാമ്പിൾ തന്നെ നിറയ്ക്കാം. 3 ലെയറായിട്ട് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മളതിൽ ഇറക്കി വെക്കും, താഴേക്ക് ഇറക്കും. അത് രണ്ടാമത് ഒരു പിരി മേലേക്ക് കയറ്റി വെക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. അത് അപ്പോൾ 1, 2, 3 ലോഡ് ഈ സാമ്പിൾ വെച്ച് തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ഡെൻസിറ്റി വ്യത്യാസം വരില്ല. നമ്മൾ വേറെ സാമ്പിൾ എടുത്തിട്ട് ചെയ്തിട്ട് നിറച്ച് പിന്നെ വെയിറ്റ് എടുക്കുമ്പോൾ വെയിറ്റ് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അല്ലേ. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിപ്പോൾ വെയിറ്റ് പിന്നെ നോക്കിയാൽ മതിയാ, ആരും ചെയ്ത് കഴിഞ്ഞിട്ട് മതിയില്ലേ. നിങ്ങൾ വെയിറ്റ് എടുത്തോളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് നോക്കിയേ, ഇത് കുറച്ച് ഇന്നലെ ചെയ്തിട്ട് ത്രെഡ് ഇങ്ങോട്ട് കയറി പോകുന്നതാണ്. നമുക്ക് അത്രയും വേണ്ട. ഇതിങ്ങനെ ഉയർത്തിയിട്ട് ഒരല്പം പുറകിലേക്ക് ഇറക്കി വയ്ക്കാം. 2 ത്രെഡ് പുറത്ത് കാണുന്ന രീതിയിൽ ഈ ഗ്രൂവില്ലേ, ആ ഗ്രൂവിൻ്റെ നേരെ ഇത് കാണിച്ച് ലോക്ക് ചെയ്തു. കണ്ടോ? ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ലോക്ക് ചെയ്താൽ വീഴില്ലല്ലോ. ഇതുണ്ടല്ലോ ഈ ലോക്ക്, ഇത് ഞാനിങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഈ ഗ്രൂവിൻ്റെ നേരെ വെച്ചിട്ടാണ് ഇത് ലോക്ക് ചെയ്തത്. കണ്ടോ? ആ ലോക്കിൽ ആ ഗാഡിയിൽ വീണത് ഈ ഗ്രൂവിൽ ഇത് വീണു. മനസ്സിലായോ? ഇതിങ്ങനെ വെച്ചാൽ വീടില്ലെന്ന്. ഇതിങ്ങനെ വരുന്നോണ്ടിരിക്കും, തിരിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഗാഡിയിൽ വീണിട്ടില്ല, ഇപ്പോഴാണ് വീണുള്ളൂ. ഓക്കെ, ഗാഡിയിൽ വീണു. അതിനുശേഷം ഇത് കണ്ടെയ്നറാണ്, അതിൻ്റെ ഇതിലേക്ക് കയറ്റി വയ്ക്കുന്ന കണ്ടെയ്നർ. അത് ഇതിലേക്ക് ടച്ച് ചെയ്ത് വെച്ചു. ഇതാ ഇപ്പം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഹാൻഡിൽ ലെഫ്റ്റ് സൈഡിൽ വരാം. അപ്പോൾ ഇങ്ങനെ പിടിക്കരുതൊന്നും, കൊണ്ടുവന്ന് വയ്ക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെ തന്നെ വലത് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ വയ്ക്കാം. അതിനുശേഷം നോർമൽ സ്ട്രെസ് എത്ര ഇതിലേക്ക് ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇറക്കി വയ്ക്കുക. ഓക്കെ, പാരലാക്കി വെക്കുക. ഇങ്ങനെ ഒന്നും വെക്കേണ്ട, പാരലാക്കി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ ഇത് നോക്കാം. ഈ ആമ കണ്ടായിരുന്നു അടിയിൽ, ഇതിന് പാരലാണെന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. ഒരല്പം മേളിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് അല്ലേ. ഇത് നോക്കണ്ട കേട്ടോ, ഇത് ചരിച്ചിരിക്കുകയാണ്. ഈ ലെവലും നോക്കാം. അപ്പോൾ ഒരല്പം താഴേക്ക് ഇറങ്ങാനുണ്ട് അല്ലേ. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇത് ഉണ്ടോ, ഇറങ്ങുന്നുണ്ട് അല്ലേ. ഏകദേശം ലെവലാക്കാം, പാരലാക്കി വെച്ചു. അതിനുശേഷം എപ്പോഴും ചെയ്യുമ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ടച്ച് ചെയ്തിട്ടില്ല, നോക്കിയേ ഗ്യാപ്പ് ഉണ്ടോ. അപ്പോൾ അത് ഒരല്പം ഇത് ലൂസ് ചെയ്തിട്ടിട്ട് അത് മതി. ഇത് കൂടുതലാണത്, ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മതി. തിരിച്ചെടുക്കുമ്പോഴാണ് ഇത്രയൊക്കെ കൂടുതലായിട്ട് തിരിച്ചിട്ടാൽ മതി. അഴിച്ചെടുക്കണ്ടേ നമുക്ക്. ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ കിടക്കുവാണ്. ഇത്ര എടുക്കാനുണ്ടല്ലോ, ഈ ഗ്യാപ്പ് നമുക്ക് നോക്കിയാൽ 1 സെൻറ്റിമീറ്ററോളം ഉണ്ട് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യാം. ലൂസ് ചെയ്താൽ ഈ ത്രെഡ് ഇങ്ങോട്ട് കയറുള്ളൂ. അഴിക്കുമ്പോൾ നമ്മൾ ഇത്ര അഴിച്ചിട്ടിട്ട് തിരിച്ച് അഴിക്കുമ്പോൾ ഇത്രയല്ലേ കിട്ടണുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇത് ജസ്റ്റ് ലൂസ് ചെയ്യുമ്പോൾ പിന്നെ ത്രെഡ് അങ്ങോട്ട് കയറി പോവുള്ളൂ. കൂടി വരുള്ളൂ. പിന്നെ അഴിച്ചെടുക്കുമ്പോൾ ഇത് കൂട്ടിയിടണം കേട്ടോ. ഇതിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് പ്രൂവിങ് റിംഗ് ആണ്, അതിലെ ഡയൽ ഗേജ്. ഇത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ, ഇത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ. നമ്മൾ വെർട്ടിക്കൽ നോക്കുന്നില്ല, ഹൊറിസോണ്ടൽ മാത്രമേ നോക്കുന്നുള്ളൂ. ഇതിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ നീഡിൽ അനങ്ങി അല്ലേ. വേണ്ടോ, ഇനി ബ്രേക്ക് ചെയ്ത് പിടിക്കാം. ഓക്കെ, എന്നിട്ട് ഇത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ നേരെ ബട്ടർഫ്ലൈ ടൈറ്റ് ചെയ്യാം. ഇത് മാക്സിമം ഇങ്ങോട്ട് നീക്കിയിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഉണ്ടോ. ഇത് മാക്സിമം ഇങ്ങോട്ട് നീക്കിയിട്ട് ടച്ച് ചെയ്ത് നിൽക്കണം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ 3 പിന്നില്ലേ, ഈ 3 പിന്ന് നമ്മൾ അല്പം ഉയർത്തിയല്ലേ വെച്ചിരുന്നത്, അത് താഴേക്ക് അടുത്ത പ്ലേറ്റിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ 2 പിരി ഉണ്ടാവുള്ളൂ. ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നിന്നു. ഇതിങ്ങനെ തിരിക്കാം. അടിയിലേക്ക് ടച്ച് ചെയ്താൽ കഴിഞ്ഞു. തിരിച്ചുകൊണ്ടിരിക്കരുത്. തിരിച്ചുകൊണ്ടിരിക്കുക എന്താ സംഭവിക്കുന്നത്, ഇത് തമ്മിൽ അകലുമില്ലേ അല്ലേ, അത് കഴിഞ്ഞു. ഇനി ഇത് 0 സെറ്റ് ചെയ്യാം.
ഇത് 0 സെറ്റ് ചെയ്യുക, ഇതും 0 സെറ്റ് ചെയ്തു. ഇനി ഞാൻ ലോഡ് കൊടുക്കും. നിങ്ങൾ CBR ചെയ്തായിരുന്നോ? ഇല്ല, ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ മെഷർ ചെയ്യേണ്ടത് ഇത് നോക്കിയാൽ 0 to 20, 20 കഴിഞ്ഞ് 40, 60, 80 അങ്ങനെയാണ് റീഡിങ് നോക്കേണ്ടത്. മനസ്സിലായോ? 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിങ് ഇതിൽ നോക്കാം, 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിങ്. അങ്ങനെ മാക്സിമം കിട്ടിക്കഴിയുമ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത്? ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൽ മുന്നോട്ട് പോകില്ല. ഒന്നിലേക്ക് ബ്രേക്കായി നിൽക്കും, അല്ലെങ്കിൽ പിന്നോട്ട് പോകും. അതുവരെയുള്ള റീഡിങ് എടുക്കാം. 20, 40, 60, 80, 100, 120, 140. ചിലപ്പോൾ എത്ര കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് റീഡിങ് എഴുതി വെക്കാം. അപ്പോൾ കിട്ടുന്ന റീഡിങ് നമ്മൾ നോട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ നമുക്ക് ഡിവിഷൻ എണ്ണി പോയാൽ മതി. നോക്കി, 1 എന്ന് പറഞ്ഞാൽ 5 ഡിവിഷൻ അല്ലേ ഇത്? 1, 2, 3, 4, 5 അല്ലേ? അങ്ങനെ 6, 7, 8, 9, 10 അങ്ങനെ എടുത്താൽ മതി. ഇന്ന് എടുത്തോളൂ അല്ലേ? അത് ജസ്റ്റ് ഒന്ന് കൊടുക്കാം കേട്ടോ. ആദ്യത്തേത് കാണിച്ചു തരാം. നിർത്താതെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് നോക്കി ഇതിലേക്ക് മുന്നോട്ട് പോകും. 20 എത്തിക്കഴിയുമ്പോൾ ഓക്കെ പറയുമ്പോൾ ഒരാളിതിൽ റീഡിങ് നോക്കാം. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ റീഡിങ് ഔട്ട് എഴുതിക്കോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിനെ കണക്ട് ചെയ്ത് 2 ലോഡിങ് അല്ല എന്താണ് ലോക്കിംഗ് പിൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു കയ്യിൽ വെക്കണം. മനസ്സിലായോ? കൊടുത്തോട്ടെ. അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ ഒരുപാട് സ്പീഡ് കൊടുക്കുകയും ചെയ്യരുത്, എന്നാൽ കുറയുകയും ചെയ്യരുത്. ഒരു നോർമലായിട്ടുള്ള ലോഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, നിർത്തുകയും ചെയ്യരുത് കേട്ടോ. ഇതാ നോക്കിക്കോ. റെഡി? ഓക്കെ. 4 അല്ലേ? എഴുതിക്കോ, 4 എഴുതിക്കോ. റെഡി? ഓക്കെ. 6